സോ ഹായ് ഗൈസ്. ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെർച്ച് ഇൻ എ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദർ ഇസ് ആൻ ഇൻറ്റിജർ അറേ നംസ് sorted in ascending order with distinct values. Prior to being passed to your function, nums is possibly left rotated at an unknown index k such that the resulting array is nums of k, k plus 1, and nums of n minus 1, 0, 1 to k minus 1, zero-based indexing. For example, an array like 0, 1, 2, 4, 5, 6, 7 might be left rotated 3 indexes and become 4, 5, 6, 7, 0, 1, 2. Okay. അതായത് നമുക്ക് ഒരു അറേ തന്നിട്ടുണ്ട് 0, 1, 2, 3, 4, 5, 6, 7. അതിന് ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് ഈ ലെഫ്റ്റിൽ നിന്ന് ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഓരോന്നിനെയും 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 0 ഏറ്റവും ലാസ്റ്റ് വന്നു. പിന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1 വന്നു. പിന്നെ 3 വന്നു. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ഇതിനെ റൊട്ടേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് എഫക്റ്റീവ്ലി 4, 5, 6, 7, 0, 1, 2 എന്ന് വന്നു. ഓക്കെ. അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു ഈ അറേനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അറേന്ന് നമുക്ക് വേണ്ട ഒരു ടാർഗറ്റ് നമ്പർ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ബിഗ് ഓഫ് ലോഗ് ഇൻ ടൈം കോംപ്ലക്സിറ്റിയിൽ നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നമുക്കറിയാവുന്ന സെർച്ച് എന്ന് പറയുന്നത് ലീനിയർ സെർച്ച് ആണ്. അതായത് ഒരു അറയിലെ എലമെന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരെ ആ അറേ ഫുൾ ഐട്രേറ്റ് ചെയ്ത് ആ എലമെന്റ് കണ്ടുപിടിക്കുന്നു. അപ്പൊ അതിന്റെ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് എൻ ആണ്. പക്ഷെ നമുക്കിവിടെ ലോഗ് എൻ വേണം. ഓക്കെ. സോ ലോഗ് എന്നിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെർച്ച് ടെക്നിക്കാണ് ബൈനറി സെർച്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ബൈനറി സെർച്ച് എന്താണെന്നൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊരു അറേയില് നമുക്കിപ്പോൾ ഒരു എലമെന്റ് സെർച്ച് ചെയ്യണമെന്നാണെങ്കിൽ, ഓക്കെ, സോ ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു അറേ എങ്കിൽ നമ്മൾ സാധാരണ ഒരു എലമെന്റ് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങനെ അറേയില് വാല്യൂസ് ഉണ്ട്. 1, 2, 3, 4, 5 അങ്ങനെ 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 വാല്യൂസ് ഉണ്ട്. നമ്മൾ ഈ അറേയിൽ നമ്മൾ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യും അല്ലെ. ഐട്രേറ്റ് ചെയ്ത് നമ്മൾ ബിഗ് ഓഫ് എൻ ടൈം കോംപ്ലക്സിറ്റിയിൽ നമ്മൾ ഈ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ റിട്ടേൺ ചെയ്യും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സെർച്ച് മെത്തഡോളജി. പക്ഷേ നമുക്ക് വേണ്ടത് ലോഗ് ഇൻ ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് ഒരു അറേന്ന് ഒരു എലമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ബൈനറി സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സോ അതിന് ഈ ബൈനറി സെർച്ചിന് നമുക്ക് വേണ്ട ഒരു ഈ ബൈനറി സെർച്ച് എന്ന് പറയുന്ന ടെക്നിക്കിന്, ഓക്കെ, ബൈനറി സെർച്ചിന് കുറച്ച് കണ്ടീഷൻസ് ഉള്ളത്. ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അറേ ഷുഡ് ബി സോർട്ടഡ്. ഓക്കെ. സോ നമ്മുടെ അറേ ഷുഡ് ബി സോർട്ടഡ് ആയിട്ടുള്ള അറേസിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബൈനറി സെർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഒരു സോർട്ടഡ് അറേ എടുക്കുക. ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സോർട്ടഡ് അറേ എടുക്കാം അല്ലെ. 2, 4, 5, 7, 9, 10, 12, 15 എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറേ എടുക്കാം. ഓക്കെ. അപ്പോ 15 എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറേ എടുക്കാം. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് ഈ 10 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ലീനിയർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബൈനറി സെർച്ച് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ ലെഫ്റ്റ് ഒരു ഇൻഡെക്സ് വെക്കുന്നു. അതേപോലെ നമ്മൾ റൈറ്റ് 2 പോയിന്റർ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അറേനെ ഫുള്ളായിട്ട് ഐട്രേറ്റ് ചെയ്യാതെ നമ്മൾ ഓരോ ഐട്രേഷനിലും ഈ ലെഫ്റ്റിനെയും റൈറ്റിനെയും നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റും റൈറ്റും വെച്ചിട്ട് നമ്മൾ മിഡ് കണ്ടുപിടിക്കും. ആദ്യം ഈ മിഡ് ഓഫ് ദ അറേ കണ്ടുപിടിക്കും. എങ്ങനെയായിരിക്കും? ഈ റൈറ്റ് മൈനസ് ലെഫ്റ്റ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിഡ് കണ്ടുപിടിക്കും. ഓക്കെ. റൈറ്റ് മൈനസ് ലെഫ്റ്റ് ബൈ 2 വെച്ചിട്ട് നമ്മൾ മിഡ് കണ്ടുപിടിക്കും. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 0 ബേസ്ഡ് ഇൻഡെക്സിങ് ആയിട്ട് കൊടുക്കാം. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 0, 1, 2, 3, 4, 5, 6, 7 ഇൻഡെക്സസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫ്ലോർ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ 7/2 വരും. 7/2 ഇസ് 3.5. ഇറ്റ് ഇസ് 3 ആയിട്ട് നമ്മൾ എടുക്കുന്നു. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ അറേന്റെ മിഡ് നമ്മൾ 3 ആയിട്ട് എടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിന്റെ മിഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. എന്നിട്ട് ഇത് സോർട്ടഡ് ആയതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ 10 ആണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യും
ഇഫ് അറേയുടെ മിഡ് ഓഫ് വാല്യൂ, ഓക്കെ, അറേയുടെ മിഡ് ഓഫ് വാല്യൂ നമുക്ക് ഇതാണോ നോക്കുന്നു, നമുക്ക് സെർച്ച് ചെയ്യേണ്ട 10 ആണോ, ടാർഗറ്റ് വാല്യൂ ആണോ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അതിന്റെ ഇൻഡെക്സ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അതേസമയം ഈ കിട്ടിയിരിക്കുന്ന മിഡ് ടാർഗറ്റിനെക്കാട്ടിലും ലെസ്സർ ആണെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റിനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. അതേസമയം ഈ മിഡ് ഇതിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ഇതിനെ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ലെസർ സൈഡിലോട്ട് വന്ന് സെർച്ച് ചെയ്യും. ഓക്കെ, അതാണ് ബൈനറി സെർച്ചിന്റെ ഒരു ചെറിയൊരു ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബൈനറി സെർച്ച്, ഇതിപ്പോ ബൈനറി സെർച്ചിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. പക്ഷെ ബൈനറി സെർച്ച് നമുക്ക് കോഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ബൈനറി സെർച്ച് ഒന്ന് സെർച്ച് ചെയ്ത് കോഡും കൂടെ ഒന്ന് കാണാം. ഓക്കെ, ഞാനിപ്പോ അതിന്റെ കോഡ് എഴുതുന്നില്ല, പക്ഷെ നമുക്ക് ബൈനറി സെർച്ചിന്റെ കോഡ് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോ ഓക്കെ, അപ്പോൾ ഇതാണ് ബൈനറി സെർച്ചിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ലോയും ഹൈയും നമ്മളിങ്ങനെ വെക്കുന്നു, പോയിന്റേഴ്സ് വെക്കുന്നു, അറേന്റെ എൻഡ് വരെ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് മിഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മിഡ് ആണെങ്കിൽ നമ്മൾ നേരെ റിട്ടേൺ ചെയ്യുന്നു. പക്ഷെ എലമെന്റിന്റെ അറേയുടെ മിഡ് ടാർഗറ്റിനെക്കാട്ട് ലെസ്സർ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പോയിന്ററിനെ മിഡിന്റെ റൈറ്റിലോട്ട് വെക്കുന്നു, സോർട്ടഡ് ആയതുകൊണ്ട്. ടാർഗറ്റ് ഈസ് ഗ്രേറ്റർ, ഇഗ്നോർ ദ ലെഫ്റ്റ് ഹാഫ്, അല്ലെ? അതായത് നമുക്ക് വേണ്ട ടാർഗറ്റ് ഒരു ഗ്രേറ്റർ വാല്യൂ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാഫിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്കിവിടെ ഒരു അറേ ഉണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു അറേ ഉണ്ട്, ഇവിടെയാണ് ഒരു മിഡ് എങ്കിൽ ഇത് നമ്മുടെ ലെഫ്റ്റും ഇത് നമ്മുടെ റൈറ്റും ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ അറേ ഓഫ് മിഡ് ലെസ്സർ ദാൻ ടാർഗറ്റ് ആണെങ്കിൽ, അറേ ഓഫ് മിഡ് എന്ന് പറയുന്നത് ഇത്, ഈ മിഡ് ടാർഗറ്റിനെക്കാട്ടും ലെസ്സർ ആണ്, ലെസ്സർ വാല്യൂ ആണെങ്കിൽ ഈ ലെഫ്റ്റ് ഹാഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാം. ഇനി ഇവിടെ സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ലോയിനെ എടുത്തിട്ട് മിഡിന്റെ നെക്സ്റ്റ് വാല്യൂയിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ എന്ത് പറ്റി, നമ്മൾ ലീനിയർ സെർച്ച് പോലെ അല്ല ഇത്, നമ്മൾ ഫസ്റ്റ് ഐട്രേഷനിൽ തന്നെ ഈ അറേന്റെ നേരെ പകുതിയാക്കി നമ്മൾ. ഓക്കെ, നേരെ പകുതിയിൽ ഇനി സെർച്ച് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ മിഡ് എടുത്ത് പിന്നെ അതിന്റെ നെക്സ്റ്റ് ഹാഫിലായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓരോ ടൈമും ഹാഫ് ബൈ ടു ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് ലോഗ് എൻ വരുന്നത്. ഓക്കെ, അതാണ് ലോഗ് ഇൻ ടു ദ ബേസ് 2 വരുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ ടൈമും നമ്മൾ പകുതി ആക്കി കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ലോഗ് ഇൻ ടു ദ ബേസ് 2 നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബൈനറി സെർച്ചിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതവിടെ നിൽക്കട്ടെ. നമുക്കിനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കൊരു ഡയറക്റ്റ് സോർട്ടഡ് അറേ അല്ല തന്നിരിക്കുന്നത്, ഒരു സോർട്ടഡ് അറേ ആണെങ്കിലും അത് റൊട്ടേറ്റ് ചെയ്തിട്ടും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ബൈനറി സെർച്ചിന്റെ പോലെ നമുക്ക് 2 പോയിന്റേഴ്സിന് വേണ്ടി ലോ എന്നും ഹൈ എന്നും 2 പോയിന്റേഴ്സ് വയ്ക്കാം. nums dot length -1. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വൈൽ ലൂപ്പ് വയ്ക്കാം. വൈൽ ലോ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരത്തെ കണ്ട മിഡ് പോയിന്റർ കണ്ടുപിടിക്കണം. മിഡ് ഇസ് ഈക്വൽ ടു ലോ പ്ലസ് ഹൈ ബൈ 2. എന്നിട്ട് ഇതിനെ നമുക്ക് ഫ്ലോർ ചെയ്യാം. ഓക്കെ, മാറ്റ് ഡോട്ട് ഫ്ലോർ വെച്ച് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഇത് എന്ന് പറയുന്നത് ഒരു ഈ മാറ്റ് ഡോട്ട് ഫ്ലോർ ലോ പ്ലസ് ഹൈ ബൈ 2 എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റിൽ ഇഷ്യൂ ഇല്ല, നമുക്ക് ഓവർഫ്ലോ വരത്തില്ല. പക്ഷെ ഇപ്പൊ C++, ജാവയൊക്കെ ആകുമ്പോൾ അവർ ആ ലാംഗ്വേജസ് 32 ബിറ്റിലാണ് ഇൻഡിജേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് 64 ബിറ്റ് ആയിട്ട് നമുക്ക് ഓവർഫ്ലോ വരത്തില്ല നമ്മുടെ ടെസ്റ്റ് കേസ് വാല്യൂസ് നോക്കുമ്പോൾ. ഓക്കെ, പക്ഷെ അങ്ങനത്തെ കേസസ് വരുമ്പോൾ ആൻഡ് ഒരു ജനറലി ഒരു ഗുഡ് പ്രാക്ടീസ് മിഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ലോ പ്ലസ് ഹൈ, അസ്യൂമിങ് ലോ ആൻഡ് ഹൈ ലാർജർ വാല്യൂസ് ആണെങ്കിൽ നമ്മളത് അങ്ങനെ കണ്ടുപിടിക്കാതെ നമുക്ക് വേറൊരു രീതിയിൽ ഈ ലോ പ്ലസ് ഹൈ ബൈ 2 തന്നെ വേറൊരു രീതിയിൽ എഴുതാം. അതായത് ലോ പ്ലസ് ഹൈ മൈനസ് ലോ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, എഫക്റ്റീവ്ലി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലോ പ്ലസ് ഹൈ ബൈ 2 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ
നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ഡോട്ട് ഫോർ ലോ പ്ലസ് ഹൈ ബൈ 2 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ മിഡ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മിഡ് ഇൻഡെക്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യാനുള്ളത്? നമുക്ക് മിഡ് ഇൻഡെക്സ് കിട്ടി. നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്യാം ഈ അറേൻ്റെ അകത്തുള്ള മിഡ് ഇൻഡെക്സ് തന്നെയാണ് ടാർഗറ്റിങ്. ആദ്യമേ നമ്മുടെ അറേയുടെ മിഡിൽ തന്നെയാണ് ടാർഗറ്റ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യമേ അങ്ങ് ഏർലി റിട്ടേൺ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്കിനി ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഫുൾ അറേ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഈ ഒരു അറേ സോർട്ടഡ് അല്ല. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യണമെങ്കിൽ അറേ സോർട്ടഡ് ആയിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും ഒരു സോർട്ടഡ് അറേയിൽ മാത്രമേ ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മിഡ്, നമ്മളിപ്പോ ഒരു മിഡ് കണ്ടുപിടിച്ചു. അപ്പൊ മിഡിന്റെ അകത്ത് മിഡ് എങ്ങനെ വേണ്ടി ഒരു പാർട്ടീഷൻ ഉണ്ടാക്കുവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ മിഡ് ഇപ്പൊ ഇവിടെ 0 ആയതുകൊണ്ട് ഇപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഇത് സോർട്ടഡ് അല്ല, കാരണം 4 ഇസ് നോട്ട് ലെസർ ദാൻ 0. ഓക്കെ, പക്ഷെ അതേസമയം ഈ 1, 2 നോക്കുവാണെങ്കിൽ ഇതൊരു സോർട്ടഡ് ആണ്. അതായത് ഒരു മിഡ് റൊട്ടേറ്റഡ് അറേയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മിഡ് എടുക്കുമ്പോൾ അതിന്റെ ഒരു ഹാഫ് എപ്പോഴും സോർട്ടഡ് ആയിരിക്കും. അപ്പൊ ആ സോർട്ടഡ് ഹാഫ് നമ്മൾ കണ്ടുപിടിക്കുക. ആൻഡ് അതിന്റെ അകത്ത് നമ്മൾ ഈ പോയിന്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അതിന്റെ അകത്ത് ബൈനറി സെർച്ചിന്റെ സ്റ്റെപ്സ് ചെയ്യുക. സോർട്ടഡ് ഹാഫ് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് ഫൈൻഡ് സോർട്ടഡ് ഹാഫ്. ഓക്കെ, ഹാഫ്. ഓക്കെ, സോ അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെക്ക് ചെയ്യാം ഇഫ് നംസ് ഓഫ് ലോ ഇഫ് ഇറ്റ് ഈസ് ലെസർ ദാൻ, ഓക്കെ, ഇഫ് നംസ് ഓഫ് ലോ ഈസ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് മിഡ്. ഇനി നംസ് ഓഫ് ലോ ഈസ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു നംസ് ഓഫ് മിഡ്. അതായത് എന്താണ്? ലെഫ്റ്റ് ഹാഫ് സോർട്ടഡ് ആണെന്ന് നമുക്ക് പറയാം. ഇത് ട്രൂ ആണെങ്കിൽ ലെഫ്റ്റ് ഹാഫ് ഇസ് സോർട്ടഡ്. അല്ലാത്ത കേസിലാണെങ്കിൽ നമുക്ക് പറയാം റൈറ്റ് ഹാഫ് ഇസ് സോർട്ടഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് ഹാഫ് സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത് സോർട്ടഡ് ഹാഫിൽ കയറി ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ആ ഒരു വിൻഡോയിലുണ്ടോ എന്നാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ഇഫ് ടാർഗറ്റ്, ഓക്കെ, ടാർഗറ്റ് ഈസ് ലെസ് ദാൻ, നമുക്ക് നംസ് ഓഫ് ലോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നംസ് ഓഫ് ലോ അല്ലെ ബിഗിനിങ്. ഓക്കെ, അപ്പൊ നംസ് ഓഫ് ലോ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ടാർഗറ്റ് ആൻഡ് ടാർഗറ്റ് ഇസ് ലെസ് ദാൻ നംസ് ഓഫ് മിഡ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലെസർ ദാൻ ഓർ ഈക്വൽ ടും ഇതിൻ്റെ അകത്ത് മാറിപ്പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ബൈനറി സെർച്ചിൽ നമ്മൾ ഈ ലെസർ ദാൻ ഈക്വൽ ടു എപ്പോഴാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മിഡ് ഈക്വൽ ടു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മിഡ് ഈക്വൽ ടു ടാർഗറ്റ് ഇതിന്റെ അകത്ത് വീണ്ടും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ലോ ഇൻ ടാർഗറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈക്വൽ ടു ചെക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ടാർഗറ്റ് മിഡും ആണ്. നമ്മൾ ഇവിടെ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ലെസ് ദാൻ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, അതാണ് നമുക്ക് ഈ ലെസർ ദാൻ ഓർ ഈക്വൽ ടു ഇടണോ ലെസർ ദാൻ ഇടണോ എന്നറിയേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നംസ് ഓഫ് ലോ ലെസർ ദാൻ ഓർ ഈക്വൽ ടു ടാർഗറ്റ് ആൻഡ് ടാർഗറ്റ് ഈസ് ലെസർ ദാൻ നംസ് ഓഫ് മിഡ് ആണ്. അതായത് നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലെഫ്റ്റ് ഹാഫിലാണെങ്കിൽ നമുക്ക് ഹൈ പോയിന്ററിനെ എടുത്തിട്ട് ലെഫ്റ്റിലോട്ട് വെക്കാം. അപ്പൊ അതിന് എന്ത് ചെയ്യുക? ഹൈ ഈസ് ഈക്വൽ ടു മിഡ് മൈനസ് 1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൽസ്. അപ്പോൾ ലെഫ്റ്റ് ഹാഫിൽ നമ്മൾ ടാർഗറ്റ് ഇല്ലെങ്കിൽ, സോർട്ടഡ് ആണെങ്കിലും ടാർഗറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാഫ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ റൈറ്റ് ഹാഫിലോട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് സെർച്ച് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ലോ ഈസ് ഈക്വൽ ടു മിഡ് പ്ലസ് 1. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ സോർട്ടഡ് ഹാഫ് ലെഫ്റ്റ് ഹാഫ് സോർട്ടഡ് ആണെങ്കിലുള്ള കോഡ് നമ്മൾ എഴുതി. ഇനി നമുക്ക് റൈറ്റ് ഹാഫ് ആണ് സോർട്ടഡ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോയിന് പകരം മിഡ് ആയിരിക്കും വരുന്നത്. നംസ് ഓഫ് മിഡ് ഇസ് ലെസർ ദാൻ ടാർഗറ്റ് എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് നോക്കാം ഈക്വൽ ടു എവിടെ അപ്ലൈ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ലെസർ ദാൻ ടാർഗറ്റ് ആൻഡ് nums of and target is lesser than nums of high. ഇവിടെ നോക്കുമ്പോൾ മിഡ് ആൻഡ് ടാർഗറ്റ് നമ്മൾ ഈക്വൽ ടു ചെക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വേണ്ട, ഇവിടെ നമുക്കൊരു ഈക്വൽ ടു ഇടണം. ഓക്കെ,
അപ്പോൾ ഇവിടെ നംസ് ഓഫ് ഹൈ ഇത് വന്നു. അതായത് ടാർഗറ്റ് റൈറ്റ് ഹാഫിലുണ്ടെങ്കിൽ നമുക്ക് ലോയിനെ മിഡ് പ്ലസ് വണ്ണിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് റൈറ്റ് ഹാഫിൽ ചെക്ക് ചെയ്യാം. പക്ഷേ ടാർഗറ്റ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ലെഫ്റ്റ് ഹാഫിലോട്ട് നമുക്ക് പോകണം. ഓക്കെ, ഹൈ ഈസ് ഈക്വൽ ടു മിഡ് മൈനസ് 1. അപ്പോൾ അങ്ങനെ ലോവും ഹൈയും നമ്മൾ ചേഞ്ച് ചെയ്ത് ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ ആവുന്നവരെ ഈ ലൂപ്പ് റൺ ചെയ്യും. എന്നിട്ട് നംസ് ഓഫ് മിഡ് അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുവാണ്, ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഈ മിഡിന്റെ അകത്ത് നംസ് ഓഫ് മിഡ് നമുക്ക് ഇത് കിട്ടുവാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ മിഡ് എന്ന് പറയുന്ന ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. ഇല്ല, നമുക്ക് ആൻസർ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ -1 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ -1 കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് നോക്കാം. യെസ്, സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് പറയുന്നത് നമ്മൾ ബൈനറി സെർച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബൈനറി സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു സോർട്ടഡ് അറേ വേണം. അതാണ് ബൈനറി സെർച്ചിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സോർട്ടഡ് അറേ കിട്ടാൻ വേണ്ടി നമ്മൾ റൊട്ടേറ്റഡ് അറേ ആയതുകൊണ്ട് നമ്മൾ മിഡ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു ഹാഫ് എപ്പോഴും സോർട്ടഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു സോർട്ടഡ് ഹാഫ് നമ്മൾ കണ്ടുപിടിക്കുക, അതിൽ ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യുക. അതിൽ നമ്മുടെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബൈനറി സെർച്ചിന്റെ കണ്ടീഷൻ എഴുതുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ബൈനറി സെർച്ച് ആ ഒരു വിൻഡോ അങ്ങോട്ട് നമ്മൾ ഷ്രിങ്ക് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് വിൻഡോയിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.